എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ എന്തു പറയുന്നു, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പീനട്ട് ചാട്ട്. ഒരു നേരം തൊഴുതു മടങ്ങുമ്പോൾ തോന്നും ഒരു വട്ടം കൂടി തൊഴേണമെന്ന്. ഒരു വട്ടം കൂടി തൊഴുമ്പോഴും തോന്നും ഇതുവരെ തൊഴുതത് പോരെന്ന്. അകതാരിൽ നിറയുമീ അനുപമ നിർവൃതി ഗുരുവായൂരമ്പലത്തിങ്കൽ മാത്രം. ഒരു നേരം തൊഴുതു മടങ്ങുമ്പോൾ തോന്നും ഒരു വട്ടം കൂടി തൊഴേണമെന്ന്. പീനട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പലിൻ്റെ തന്നെ, നമ്മുടെ സാധാരണ കപ്പലിൻ്റെ. ഇത് ഞാൻ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്, സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണത്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നീക്കിയതാണത്. ഓക്കെ, ഇത് പലതരത്തിലുണ്ടാക്കും കേട്ടോ, പലതരത്തിലുണ്ടാക്കും. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എന്താ പറയുക, ചിലവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചയ്ക്കൊക്കെ ഈ സബോളയൊക്കെ കഴിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് നിറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, പീനട്ട്. അത് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് 1 അവർ ഞാൻ, അതായത് 1 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ട് കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ടുള്ളതാണത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ കണ്ടില്ലേ, നിങ്ങൾ ഇൻഗ്രീഡിയൻസിൽ കണ്ടില്ലേ, സവോള, ഒരു വലിയൊരു സവോള എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. 3 പച്ചമുളക്, ഗ്രീൻ ചില്ലി ഇതുപോലെ അരിഞ്ഞു വെച്ചത്. ഇത് കറിവേപ്പില ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇടുക. പിന്നെ കായത്തിൻ്റെ പൊടി, ഇത് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ് കായത്തിൻ്റെ പൊടി. അത് കുറച്ചിട്ടാൽ മതി. ഒരു എന്താ പറയുക, ഒരു പിഞ്ചോ, ഒരു മണത്തിന് വേണ്ടിയിട്ടാണത്. പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവ് എന്നൊക്കെ പറയില്ലേ, ഇത് പാലു പൂജ എന്നാണ് പറയുക. ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ സേവ് ആയാലും മതി, സേവ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യണ സമയത്താണ് നമ്മളിത് വെക്കേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഉണ്ടാക്കണ സമയത്ത് ഇടേണ്ട കാര്യമില്ല. നമ്മൾ സെർവ് ചെയ്യണ സമയത്ത് അതിൻ്റെ മേലെ ഇടാനുള്ളതാണ് ഇത് കേട്ടോ. ആലുപൂജ അല്ലെങ്കിൽ സേവ് തന്നെയാണ് ആക്ച്വലി. ഇതിടുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ഇതിലേക്ക് ഇടുക. സബോളയും പച്ചമുളകും, അതായത് ഗ്രീൻ ചില്ലി, അതുപോലെ കറിവേപ്പിലയും എല്ലാം കൂടെ ഒരുമിച്ച് ഈ കപ്പലണ്ടിയിൽ നമ്മൾ ഇടുക. ഓക്കെ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അത് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ഓക്കെ, പിന്നെ കായത്തിൻ്റെ പൊടി, അതൊരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, അത് എല്ലാ ഭാഗത്തേക്കും ആവണം. ഇത് നമ്മൾ ഉണ്ടാക്കണ സമയത്തുണ്ടല്ലോ, എന്തൊരു മണാന്നറിയോ, അയ്യോ, ആരുടെ വായയിലും വെള്ളം ഇതിൻ്റെ മണം കേട്ടിട്ടുണ്ടെങ്കിൽ വിശക്കാത്ത ആൾക്കാർക്കും കൂടെ വിശപ്പ് വരും. അത്രയ്ക്ക് നല്ല അടിപൊളി സ്മെല്ല അതിൻ്റെ. അയ്യോ, ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. അപ്പോൾ ഉപ്പ് ഓക്കെയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു.
ഓക്കെ. എന്നുവെച്ചാൽ നമ്മൾ ഇത് അങ്ങനെ തന്നെയാണ് കഴിക്കണത്. അപ്പോൾ ഉപ്പ് അധികം ആവരുത്. എപ്പോഴും ഉപ്പൊക്കെ ഇടുമ്പോൾ ആദ്യം ഇത്തിരി കുറച്ചിടുക. ഓക്കെ, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇഡ്ഡലി പാത്രം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി വയ്ക്കണ തട്ട് വേണ്ട, അതിന് പകരം ഈ ആവി കയറ്റണ തട്ടില്ലേ, അതാണ് വേണ്ടത്. ഞാൻ ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ തട്ട് വെച്ചു. നമുക്കൊരു 10 മിനിറ്റാണ് ആവിയിൽ വേവിക്കേണ്ടത് കേട്ടത്. അതായത് ഇത് ആവിയിൽ വേവിക്കണം. ഓക്കെ, ഞാനിതിൽ വയ്ക്കാൻ പോവാണ്. കണ്ടില്ലേ? എന്നിട്ട് ഞാൻ ഇത് അടച്ചു വയ്ക്കാൻ പോവാണ്. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫുൾ ഫ്ലെയിമൊന്നും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ, സിമ്മിലും ഇടരുത്, എന്നാൽ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതൊരു 10 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് തുറക്കാൻ പോവാ കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞു. അത് നന്നായിട്ടായിട്ടുണ്ട്, കണ്ടില്ലേ? ഓ, എന്തൊരു മണാ വരണത്! നല്ല മണമുണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് വായിൽ വെള്ളം വന്നിട്ട് പാടില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, ഞാൻ പറഞ്ഞത് സത്യമാണോ നോക്കിക്കോളൂ കേട്ടോ. ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണത് അതിപ്പോൾ ഓർമ്മ വരും. എല്ലാവർക്കും വായിൽ വെള്ളം വരും. ഇതിൻ്റെ മണോ ഇതിൻ്റെ ടേസ്റ്റും അത്രയ്ക്ക് ഗംഭീരാണത് കേട്ടോ. ഓക്കെ, ഞാനിത് വേറെ പാത്രത്തിലേക്ക് ഞാനത് പകർത്താൻ പോവാ കേട്ടോ. ഓക്കെ, ഇതാ ഞാനിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താ സേവൊക്കെ ഇട്ടിട്ട് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു പാക്കറ്റിൽ, അതൊക്കെ മേലെ നമ്മളത് സെർവ് ചെയ്യാൻ നേരത്താണ് അത് ഇടുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടുള്ളൂ നമുക്ക്. നമ്മൾ എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയത്ത് ഇടണം കേട്ടോ ഇത്. ഓക്കെ, ഇപ്പം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട്? കഴിക്കാൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നല്ല സ്വാദാട്ടോ. എന്തൊരു സ്വാദാന്നറിയോ? നല്ല മണമാണ്. ഈ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പില്ലാത്തവരും കൂടെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി വരും. ഓക്കെ, നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്? അപ്പം എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നല്ലൊരു ഈവനിങ് സ്നാക്സ് ആണിത്. ഇത് പലതരത്തിലുണ്ടാക്കും കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. അപ്പോൾ ഇത് വേറെ രീതിയിൽ ഉണ്ടാക്കും, പല രീതിയിലുണ്ടാക്കും. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇങ്ങനെ കേട്ടോ. നല്ല സ്വാദാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും സ്വാദ് തന്നെയാണ്. ഇത് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഇത് ഏറ്റവും എളുപ്പമല്ലേ? അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. 10 മിനിറ്റിനുള്ളിൽ കാര്യം സാധിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.